അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷവും സങ്കടവും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷങ്ങൾ വരുമ്പോൾ കൂടുതൽ സന്തോഷത്തെ തേടാതെ ഈ സന്തോഷം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് വിചാരിക്കരുത്. സങ്കടം വരുമ്പോൾ കൂടുതൽ വേദനിക്കാതെ ഈ സങ്കടം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് വിചാരിക്കരുത്. സന്തോഷവും സങ്കടവും അതിനെ ബാലൻസായി അല്ലാഹു തആല കൊണ്ടുപോകും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. സങ്കടത്തിൻ്റെ പിറകിൽ സന്തോഷമുണ്ട്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റാസി ഇമാം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസത്തിനെ പടച്ചാൽ അതിൻ്റെ പിറകിൽ രണ്ട് സന്തോഷത്തെ പടച്ചിട്ടുണ്ടാകും. ആ സന്തോഷത്തെ ഞങ്ങൾ നേടാതെയാണ് നമ്മുടെ സങ്കടത്തിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കൂടി വരിക മാത്രമേ ചെയ്യുകയുള്ളൂ. അതിന് ബദലായി ഞങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷത്തിൻ്റെ വഴി, വിജയത്തിൻ്റെ വഴി തേടി നടക്കണം. സങ്കടം വന്നപ്പോൾ അതിൽ തളർന്നു പോകരുത്. ഈ ആയത്ത് അവതീർണമാകാനുള്ള കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്ക മുശ്രിക്കീങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇൻ കാന ഗറലുക മിൻ ഹാദല്ലദീ തദ്ഈഹി ത്വലബൽ ഗിന ഫജമഅനാ ലക ജംഅൻ കസീറ ഹത്താ തകൂന കഐസരി അഹ്ലി മക്ക. നിങ്ങൾ ഈ പ്രബോധന കൊണ്ട് ലക്ഷ്യമിടുന്നത് ധാരാളം സമ്പത്ത് സ്വരൂപിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്നതാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കളക്ഷനാക്കിയിട്ട് സമ്പത്ത് കുറേ ഞങ്ങൾ എന്താക്കാം, തരാം. എന്നിട്ട് അത് നിങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ പെടുത്തും. നിങ്ങൾ ഏറ്റവും വലിയ സമ്പന്നരാകും. നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ പ്രബോധനം കൊണ്ട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്നതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടാവുമ്പോൾ നബി തങ്ങൾക്ക് വലിയ സങ്കടമായി. ഈ സങ്കടത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അത് കൊടുത്തേനെ. ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ടുള്ള ഒരു അഭിസംബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഈ ജബലിനെ ഞാൻ സ്വർണമാക്കി തരട്ടെയോ? നബി തങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞത്. സമ്പന്നതയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ഉമ്മത്തിനിക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു നബി തങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സങ്കടത്തിൻ്റെ പുറകിൽ സന്തോഷമുണ്ട് എന്നത് മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ബാലൻസായി കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.